Chapter 1 Chandra. Director Arun Dominic. Superb, extraordinary and what an epic film. സീരിയസ്ലി ഈ ഒരു സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല സിനിമയാണ്, ഗംഭീരമായ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ടൈം ആണ് ഇതുപോലൊരു സിനിമ വന്നിട്ടുള്ളത്. ഇന്നേ വരേക്കും ഒരു മലയാളിയും, ഞാനോ നിങ്ങളോ അടക്കമുള്ള ഒരു മലയാളിയും ഇന്നേ വരേക്കും ഇതുപോലൊരു മലയാള സിനിമ കണ്ടിട്ടില്ല. സോ നമ്മുടെ ഒരു കൊച്ചു മോളിവുഡിനകത്ത് ഇതുപോലൊരു സിനിമ വരുന്ന സമയത്ത് സിനിമാ പ്രേമികൾക്ക് ഉറപ്പായിട്ടും പോയി കാണേണ്ടതാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ടിക്കറ്റ് എടുത്ത് കാണേണ്ട സിനിമയാണ്. നമ്മുടെ ഈ മാർവൽ സിനിമകളൊക്കെ അല്ലേ, അപ്പൊ അതുമായിട്ട് കിടപിടിക്കുന്ന ലെവലിലുള്ള മേക്കിംഗ് ആണ്. അപ്പൊ അവിടുത്തെ പോലെ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ പോലെ വലിയ ബഡ്ജറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കില്ല. കമ്പാരിറ്റീവ്ലി ഇവിടെ കുറഞ്ഞ മുതൽ മുടക്കായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. ഗംഭീരമായ മേക്കിംഗ് ആണ് സംഭവിച്ചത്. ഈ ഫാന്റസിയും അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വേറെ സംഭവം ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഇതിനകത്ത് നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ കേട്ട് മറന്ന കുറെ അധികം മിത്തുകളും ഐതിഹ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ലോകത്തെ രക്ഷിക്കുക പോലുള്ള കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നൈസ് ആയിട്ടുള്ള ശ്രമമാണത്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ട സമയത്ത് ഞെട്ടിപ്പോയി. കാരണം തിയേറ്ററിനകത്തോട്ട് കയറുമ്പോഴും എനിക്കറിയില്ല ഇതാണ് പറയാൻ പോകുന്ന കഥ എന്ന്. പറഞ്ഞ് വന്ന് ഇന്റർവെല്ലൊക്കെ ആയപ്പോഴേക്കും ഒരു വാവ് ഫീൽ വരികയാണ്. സിനിമ തുടങ്ങിയ സമയത്ത് നമുക്ക് ഈ വാവ് ഫീൽ ഉണ്ട്, കാരണം ഓൾറെഡി ഉണ്ട്. കാരണം ഇതിന്റെ സിനിമാറ്റോഗ്രഫി അങ്ങനെയാണ്. ഈ ടെക്നിക്കലി നോക്കുന്ന സമയത്ത് സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും കട്ട്സ് ഒക്കെ വരുന്ന സമയത്തും വാവ് ഫീൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് കഥ കൂടി പോകുമ്പോഴേക്കും നമ്മൾ ആകെ അന്തവിട്ട അവസ്ഥയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ ഈ പഴയ കാലത്തെ കഥയെ കൊണ്ടുവന്നിട്ട് പുതിയ കാലത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇത് ഫാന്റസി ആണെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു എങ്കിലും നമുക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും, ഇത് പോസിബിൾ ആണോ തുടങ്ങിയിട്ടുള്ള ചിന്തകളൊന്നും വരുന്നില്ല. നമ്മൾ ഹോളിവുഡിലൊക്കെ എങ്ങനെയാണോ ഫാന്റസി മൂവീസ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരള ഫസ്റ്റ് ലേഡി സൂപ്പർ ഹീറോ ആയിട്ട് കല്യാണി പ്രിയദർശൻ വന്നു. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ലേഡി സൂപ്പർ ഹീറോ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ അറിയപ്പെടുന്ന സൂപ്പർ ഹീറോ മിന്നൽ മുരളി ആയിരുന്നു. സോ പുള്ളിയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് കല്യാണി നൈസായിട്ട് പെർഫോം ചെയ്തു. കല്യാണിയുടെ ആ ഒരു ആക്ടിങ് അല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിക്കാരിയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്ന സമയത്ത്, ഇത് മിത്ത് ആക്ഷൻ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സിനിമയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ അധികം വരുന്ന സമയത്ത് പുള്ളിക്കാരി നൈസായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ നെസ്ലിന്റെ ക്യാരക്ടർ നൈസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പെർഫോമൻസ് എനിക്ക് നെസ്ലിന്റെ പ്രേമലു സിനിമയ്ക്ക് ശേഷം ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണിത്. ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ചന്തു സലീം കുമാർ ആണെങ്കിലും ഒപ്പം ഉള്ളവരൊക്കെ അതേപോലെ ചെയ്തു. കോമഡിക്ക് നല്ലപോലെ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായി വന്നിട്ടുള്ള മെയിൻ വില്ലൻ ആയിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. പുള്ളിക്കാരന്റെ പേര് എനിക്കറിയില്ല. പുള്ളിക്കാരൻ ഗംഭീരമായ പെർഫോമൻസ്, ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. അപ്പൊ എല്ലാം കൊണ്ടും ഇങ്ങനെ നമ്മളിതിന് അടിപൊളി എന്ന് വിചാരിക്കുന്ന സമയത്താണ് കുറെ അധികം നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ ക്യാമിയ റോളും ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ കൂടിയായപ്പോഴേക്കും ഒരു വേറെ എക്സ്പീരിയൻസ്. ആ യൂണിവേഴ്സ് അത് നൈസാണ്. നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഫാന്റസി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. എല്ലാ ശ്രമങ്ങളും ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ആക്ഷൻ ആണെങ്കിലും മിത്ത് ആണെങ്കിലും ഈ പറഞ്ഞ ഡിസ്റ്റോപ്പി ആണെങ്കിലും എല്ലാം ആണെങ്കിലും ശരി, എല്ലാം നൈസായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സിനിമയിലെ ടെക്നിക്കൽ സൈഡും എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ VFX ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ഡിസൈനിങ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം ആണെങ്കിലും ശരി ഹൈ എൻഡ് ഗ്രേഡ് ആണ്. ഒന്നും മോശമല്ല. ഞാൻ ഈ സിനിമയെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. സിനിമ മൊത്തത്തിൽ ഗംഭീരമാണ്. അപ്പൊ ഏത് വശം നോക്കിക്കഴിഞ്ഞാലും ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സോ പോയി കണ്ടിട്ട് എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ എക്സ്പീരിയൻസ് എന്താണെന്ന്. മിത്തുകളെ എങ്ങനെയാണ് പുതിയ കാലത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് കൂടി എടുക്കാൻ പറ്റിയ കാര്യമായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പോയി കണ്ട് എൻജോയ് ചെയ്യുക.